കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വാട്ട് എ വണ്ടർഫുൾ ഡേ ദ ലോർഡ് ഹാസ് ഗിവൺ. ഇന്ന് കർത്താവ് നമുക്കായി ഉണ്ടാക്കിയ ദിവസമാണ്. ഇന്ന് സന്തോഷിക്കാം, നമുക്ക് ഇന്ന് ആനന്ദിക്കാം. റിജോയ്സ് ഇൻ ദ ലോർഡ്. ആ കർത്താവിൽ ദൈവജനം പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. ഞാൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. ബിക്കോസ് മൈ ഗോഡ് ഇസ് ഇൻ അതോറിറ്റി, മൈ ഗോഡ് ഇസ് ഇൻ പവർ. എന്റെ കർത്താവ് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളും തനിക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. ആ അധികാരം എനിക്കും നിങ്ങൾക്കും ഉണ്ട്. വി ഹാവ് അതോറിറ്റി ഓവർ എവരിതിങ്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ധൈര്യത്തോടെ കർത്താവിന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഓരോ ദൈവമക്കളെയും ഞാൻ അറിയിക്കുന്നു. ഇന്ന് കർത്താവ് ഉണ്ടാക്കിയ ദിവസം നമുക്ക് സന്തോഷിക്കാം, ആനന്ദിക്കാം. ആ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് ഏത് പ്രതികൂലത്തിന്റെ മേലും ആ യേശുവിന്റെ നാമത്തിന് അധികാരവും ശക്തിയും ഉണ്ടെന്ന്. യേശുവിന്റെ നാമം നമ്മുടെ വായിലൂടെ നമ്മൾ അധികാരത്തോടെ കൽപ്പിക്കുമ്പോൾ എല്ലാ ബന്ധനങ്ങളും അഴിയും. ഭൂതത്തിന്റെ മേലും പ്രശ്നത്തിന്റെ മേലും പ്രതികൂലത്തിന്റെ മേലും എല്ലാത്തിന്റെ മേലും നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. യേശുവിന്റെ നാമം എന്ന അധികാരം. ആ യേശുവിന്റെ നാമം പറയുമ്പോൾ എല്ലാ സാഹചര്യങ്ങളുടെയും മുട്ട് നമ്മുടെ മുമ്പിൽ മടങ്ങും. ഒരു ബാധയും നിങ്ങളുടെ കൂടാരത്തിന് അടുക്കത്തില്ലെന്ന് വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെയാണ്. യേശുവിന്റെ രക്തത്താൽ നമ്മളെ ഓരോരുത്തരെയും മുദ്രയിട്ടിരിക്കുക. മുദ്രയിട്ടതിനെ ഒന്നും തൊടാൻ പിശാചിന് ഒരധികാരവും ഇല്ല. നമ്മുടെ നാവ് കൊണ്ട് അധികാരം നമ്മൾ പറയുന്നവരായിരിക്കണം. അധികാരം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഉപയോഗിക്കുന്നവരായിരിക്കണം. അതിനെ അറിവില്ലാതിരിക്കരുത്. അറിവില്ലാതിരിക്കുമ്പോഴാണ് അധികാരത്തിന് ശക്തിയില്ലാതായി തീരുന്നത്. അറിവുണ്ടെങ്കിൽ ആ അധികാരം കൊണ്ട് അല്ലെ, ട്രാഫിക് പോലീസിനെ നമ്മൾ നോക്കുമ്പോൾ താൻ ചെറിയ 10-100 കിലോയാന്ന് വിചാരിച്ചു. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ സ്റ്റോപ്പ് എന്ന് കാണിക്കുമ്പോൾ വലിയ വണ്ടികൾ പോലും അവിടെ വന്ന് നിൽക്കും അല്ലെ. അധികാരം ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. ആ യൂണിഫോം ഇട്ടിരിക്കുന്നതുകൊണ്ടാണ്. യൂണിഫോം ഊരി താൻ ആ വഴി സൈഡിൽ നിൽക്കുവാണെങ്കിൽ ആരും അനുസരിക്കത്തില്ല. എന്നാ സ്റ്റോപ്പ് കാണിച്ചാലും ആരും അനുസരിക്കത്തില്ല. പക്ഷെ അധികാരത്തിന്റെ സിമ്പലായിട്ട് ആ യൂണിഫോം ധരിച്ച് ആ അധികാര സ്ഥാനത്ത് നിന്ന് സ്റ്റോപ്പ് എന്ന് കാണിച്ചാൽ സ്റ്റോപ്പ് ആകും. അതുപോലെ നിങ്ങളും യേശുവിന്റെ രക്തത്താൽ മുദ്രയിട്ട് യേശുവിനെ രക്ഷിതാവും കർത്താവുമാണെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റുപറഞ്ഞ് യേശുവിന്റെ രക്തത്താൽ മുദ്രയിട്ട് ആ സ്നാനപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അധികാരമുണ്ട്. നിങ്ങൾ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ആകുക തന്നെ ചെയ്യും. ഏത് പ്രതികൂലവും നിങ്ങളുടെ മുമ്പിൽ മുട്ടും മടക്കും. അത് ഏത് പ്രതികൂലം, തലവേദന മുതൽ ക്യാൻസർ വരെ, ഏത് പ്രതിസന്ധിയാണെങ്കിലും, കടഭാരമാണോ, രോഗമാണോ, ദുഃഖമാണോ, നിരാശയാണോ, എന്താ സാഹചര്യമെങ്കിലും അവിടെ നിങ്ങൾ സ്റ്റോപ്പ് എന്ന് ധൈര്യത്തോടെ പറഞ്ഞാൽ അതിന് വിടുതൽ ഉണ്ടാകുക തന്നെ ചെയ്യും. യേശുവിന്റെ നാമമാണ് പറയുന്നത്. ഈ ലോകത്തിന്റെ വലിയ നാമമാണ്. ഈ ലോകത്തെക്കാട്ടും വലിയ നാമമാണ് യേശുവിന്റെ നാമം. ചെറിയ നമ്മള് വാവുകൊണ്ട് പറയുമ്പോൾ യേശുവിന്റെ നാമം എന്ന് പറഞ്ഞു യേശു അല്ലാതെ എനിക്ക് ആരും ഇല്ലെന്ന് നമ്മൾ പലപ്പോഴും പറയും. അങ്ങനെയല്ല, യേശു എനിക്ക് ഉണ്ട്. അതുകൊണ്ട് ഈ സാഹചര്യത്തെ, ഈ പ്രതികൂലത്തെ ഞാൻ ജയിക്കും. അത് ചിലപ്പോൾ വർഷങ്ങളായി കാണും പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്. എന്റെ ജീവിതത്തിൽ എന്താ ഇങ്ങനെ, ഞാൻ വർഷങ്ങളായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് എന്റെ ഈ സാഹചര്യത്തിന് ഒരു മാറ്റവും വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവരോട് ഞാൻ ചോദിക്കാം, നിങ്ങളെ നടത്തിയ വഴികളൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. ആ സാഹചര്യത്തിലൂടെ ഇത്രയും വർഷം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് തനിയെ ശക്തിയില്ല. ഏതായാലും കർത്താവ് ഉണ്ടായിരുന്നുകൊണ്ടല്ലേ ആ സാഹചര്യത്തിലൂടെ കടന്നു വന്നത്. ആ കർത്താവ് നടത്തിയ വഴികൾക്കായിട്ട് നമുക്ക് നന്ദി പറയാം. നിങ്ങൾ അധികാരം ഉപയോഗിക്കുന്നവരായിരിക്കണം. അധികാരം തിരിച്ചറിയണം. എന്നിട്ട് സ്റ്റോപ്പ് എന്ന് പറയണം. അത്ഭുതം നടക്കും നിശ്ചയമായിട്ട്. ഷീന പറഞ്ഞ പോലെ അധികാരത്തെ കുറിച്ച് കേട്ടിട്ട് കാര്യമില്ല, അധികാരം തിരിച്ചറിയുകയും. അപ്പൊ അപ്പോസ്തലനായ യോഹന്നാൻ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. യു ഷൽ നോ ദ ട്രൂത്ത് ആൻഡ് ദ ട്രൂത്ത് ഷൽ സെറ്റ് യു ഫ്രീ. പ്ലീസ്, അധികാരം ഉണ്ടെന്ന് നോക്ക് ഒരാൾ തിരിച്ചറിയുമ്പോഴാണ്. ആ പോലീസുകാരൻ ആ അധികാരത്തിന്റെ വസ്ത്രം ധരിച്ചിരിക്കുന്നത് കൊണ്ടാണ് തന്നെ എല്ലാവരും അനുസരിക്കുന്നത്. സൈഡിൽ മാറി ചുമ്മാ കൈകെട്ടി സാധാരണ ഡ്രസ്സിൽ നിന്നാൽ ആരും തന്നെ തിരിച്ചറിയുന്നില്ല.
അതുപോലെ വീണ്ടും ജനിച്ച ദൈവമക്കൾ അധികാരമുണ്ട്. നിങ്ങൾ സ്നാനത്തിൽ അവനെ ധരിച്ചിരിക്കുന്നു. നോക്ക്, ഈ ഇരുട്ടിന്റെ എല്ലാ അധികാരങ്ങളും എല്ലാ ഈവിൾ സ്പിരിറ്റും നിങ്ങളെ കാണുമ്പോൾ മുട്ടിടിച്ചാ നിൽക്കുന്നത്. പലരും ചില വിഷയത്തെ കാണുമ്പോൾ മുട്ടിടിച്ച്, ശരിക്കും വിഷയം നിങ്ങളെ കണ്ടാ മുട്ടിടിച്ച് നിൽക്കുന്നത്. വിഷയം നിങ്ങളെ കണ്ട് ഭയപ്പെട്ട്, നിങ്ങളെ കണ്ട് ഭാരപ്പെട്ട്. നോക്ക്, നിങ്ങളുടെ വായിൽ നിന്ന് അധികാരത്തിന്റെ ഒരു വാക്ക് പുറപ്പെട്ടു വരുന്നത് കാണാൻ എന്തിനു വേണ്ടിയാ? എന്നിട്ട് വേണം അവൻ അനുസരിക്കാൻ, അവനെ മുട്ടുമടക്കാൻ. അത് രോഗമാണെങ്കിലും, അത് കടമാണെങ്കിലും, അത് മറ്റെന്തെങ്കിലും വെല്ലുവിളിയാണെങ്കിലും, നിങ്ങളുടെ വായിൽ നിന്ന് ഒരു വാക്ക് പുറപ്പെടുമ്പോൾ നിങ്ങൾ പോലും അറിയുന്നില്ല, മുഴുവൻ എവരി എനിമി, എല്ലാ നിങ്ങളുടെ എതിരെ നിൽക്കുന്ന സകല പ്രതികൂലവും ഇറ്റ് ഹാസ് ടു ഒബേ. നോക്ക്, അതിന് മുട്ട് മടക്കിയേ പറ്റത്തുള്ളൂ. ഇന്നൊരു വചനം വായിക്കാൻ പോകുകയാണ്. ദൈവമക്കളുടെ അധികാരത്തെക്കുറിച്ച് ഇന്ന് രാവിലെ നോക്ക്, കർത്താവ് സംസാരിച്ച ഒരു വാക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കുക. ഞാൻ ചില കാര്യങ്ങളൊക്കെ കർത്താവ് സംസാരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ ഞാൻ ആനന്ദിക്കാൻ തുടങ്ങും. എനിക്ക് അകത്ത് ഭയങ്കരമായ അസാധാരണമായ ചില ധൈര്യം വരും, ചില ബലം അകത്ത് വരാൻ തുടങ്ങും. അതുപോലെ ഒരു ദൈവവചനം ഒന്ന് വായിക്കാം നമുക്ക്. പ്രാരംഭമായിട്ട് 2:10 ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കാം. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും. യേശുവിന്റെ നാമത്തിന്റെ മുമ്പിൽ ഭൂലോകരുടെയും അധോലോകരുടെയും സ്വർലോകരുടെയും സകല മുഴങ്കാലും എന്ത് ചെയ്യും? മടങ്ങും. നോക്ക്, ഈ അധികാരം കർത്താവ് തന്നിരിക്കുക. എന്തിന്റെ മേൽ അധികാരം തന്ന്? ഒന്ന്, ഈ ലോകത്തിൽ അധികാരം എനിക്കുണ്ട്, സ്വർഗത്തിൽ എനിക്ക് അധികാരമുണ്ട്. നിങ്ങൾ ഭൂമിയിൽ അനുവദിക്കുന്നത് സ്വർഗത്തിൽ അനുവദിക്കും. അപ്പൊ എന്റെ അധികാരത്തിന് പരിധികളില്ല, സ്വർഗത്തിൽ അധികാരമുണ്ട്. പിന്നെ ഭൂമിയുടെ അധോർ ഭാഗങ്ങളിൽ പിശാചിന്റെ സകല പ്രവർത്തികളുടെ മേലും എന്റെ കർത്താവ് എനിക്കും നിങ്ങൾക്കും അധികാരം തന്നു. ഈ അധികാരത്തിന്റെ വലിപ്പം തിരിച്ചറിയണമെങ്കിൽ നമ്മൾ പഴയ നിയമത്തിലോട്ട് പോയാൽ നോക്ക്, ഈ പഴയ നിയമത്തിൽ നോക്ക്, പിശാചിന്റെ മേൽ ഉള്ള അധികാരത്തിന് there were limits. കേട്ടോ, ഇത് the authority over Satan was limited. പഴയ നിയമത്തിൽ നോക്ക്, ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ആദ്യം മനുഷ്യന് അധികാരം കൊടുക്കുന്നത് നമ്മൾ കാണുകയാണ്. അതിന്റെ 1-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യം വായിക്കുമ്പോൾ ദൈവം ആദാമിന് അധികാരം കൊടുക്കുകയാണ്. ആദാമിന് അധികാരം കൊടുക്കുമ്പോൾ അത് സകലതിന്റെയും മേൽ വാഴാൻ ഒരു അധികാരമാണ് ദൈവം കൊടുത്തത്. ഒന്ന് വായിച്ച, നിങ്ങൾ ആ വാക്യം വായിച്ചേ, ഒന്ന് വായിച്ച. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി. ദൈവം അവരെ അനുഗ്രഹിച്ചു. അവിടെ പോലെ വായിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി. ദൈവം അവരെ അനുഗ്രഹിച്ചു. ആദ്യം എനിക്ക് ഈ വാക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉൽപ്പത്തി പുസ്തകം, ഈ അനുഗ്രഹം എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ബൈബിളിൽ ആദ്യം ഈ വാക്ക് പറയുന്നത് ഈ വചനത്തിലാണ്. ദൈവം അവരെ അനുഗ്രഹിച്ചു. ദൈവത്തിന്റെ പദ്ധതികൾ അനുഗ്രഹമാണ്. ദൈവത്തിന്റെ പദ്ധതികൾ നന്മയാണ്. ഞാൻ അനുഗ്രഹിക്കപ്പെടണം എന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. പത്രോസ്ലീഹ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. എന്നെ വിളിച്ചിരിക്കുന്നത് തന്നെ പുത്രന്റെ രാജ്യത്തിൽ കർത്താവ് ആക്കിയിരിക്കുന്നത്, ദൈവരാജ്യത്തിൽ എന്നെ പ്ലാന്റ് ചെയ്തിരിക്കുന്നത്, ദൈവരാജ്യത്തിലെ നന്മകൾ എന്റെ ജീവിതത്തിൽ നിന്ന് ഉരുവായി വരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. എന്നെ കാണുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നത് ഞാൻ ഫലം കായ്ക്കുന്ന വ്യക്തിയായിരിക്കണം. നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും കർത്താവ് നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. അപ്പം എന്നെ കർത്താവ് കാണുമ്പോൾ ഒരു പ്രൊഡക്റ്റീവായിട്ടൊരു വ്യക്തിയായിട്ടാണ് കർത്താവ് കാണുന്നത്. ഫലം കായ്ക്കുന്ന വ്യക്തിയായിരിക്കണം, അനുഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കണം. ഇവിടെ ഞാൻ എന്റെ വിഷയത്തിലോട്ട് തന്നെ മടങ്ങി വരിക. ആദിമ മനുഷ്യനായ ആദാമിനെ ദൈവം എന്ത് ചെയ്തു? അവനെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്റെ മേലും ആകാശത്തിലെ പറവജാതിയിന്മേലും സകല പൂജര ജന്തുവിന്മേലും വാഴുവീൻ എന്ന് അവരോട് കൽപ്പിച്ചു. നോക്ക്, ഇവിടെ കൊടുക്കുമ്പോൾ, അധികാരം കൊടുക്കുമ്പോൾ, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകണം, ഭൂമിയിൽ നിറയണം, സമുദ്രത്തിലെ മത്സ്യങ്ങളുടെ മേലും ആകാശത്തിലെ പർവ്വജാതികളുടെ മേലും സകല
ഭൂചര ജന്തുക്കളുടെ മേലും വാഴുവീൻ എന്ന് അധികാരം കൊടുത്തു. അപ്പം ഈ ആദാമിന് കൊടുത്ത അധികാരം നോക്ക്, അവിടെ ഒരു ലിമിറ്റഡ് അതോറിറ്റി നമ്മൾ കാണുകയാണ്. അധികാരം ലിമിറ്റഡ് ആയിരുന്നു. എന്ത് അധികാരമേ ഉള്ളൂ? ഭൂമിയിൽ മാത്രം ഉള്ള അധികാരം. ഭൂമിയിൽ കാണുന്ന എല്ലാത്തിന്റെയും മേൽ പെരുകാൻ, സന്താനപുഷ്ടിയുള്ളവരായി പെരുകാൻ, അങ്ങനെ ഭൂമിയിലുള്ള സകല ജന്തുക്കളുടെ മേലും വാഴാൻ. നോക്ക്, ആദാമിന്റെ ആ ലഭിച്ച അധികാരത്തിൽ നിന്നുകൊണ്ട് താൻ ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും പർവ്വജാതികൾക്കും താൻ തനിയെ പേരിട്ടു, ഒന്നിനും ഇരട്ട പേരിട്ടില്ല. തന്റെ അധികാരം, ദൈവം കൊടുത്ത ഒരു അധികാരത്തിന്റെ വലിപ്പം കണ്ടോ? എന്നാൽ പ്രിയപ്പെട്ടവരെ, ആദാമിന് കൊടുത്ത അധികാരം ലിമിറ്റഡ് ആയിരുന്നു. എന്നാൽ വിശ്വസിക്കുന്ന എനിക്കും നിങ്ങൾക്കും കിട്ടിയ അധികാരം അൺലിമിറ്റഡ് ആണ്. അൺലിമിറ്റഡ് അധികാരം. നോക്ക്, അതാണ് ഫിലിപ്പ് ലേഖനത്തിൽ വായിക്കുകയാണ്. നോക്ക്, ഈ പഴയ നിയമത്തിലുള്ള അധികാരത്തിനെല്ലാം ലിമിറ്റ്സ് ഉണ്ട്, അതിന് കുറവുകളുണ്ട്, അതിന് പരിധികളുണ്ട്. പഴയ നിയമത്തിൽ ദൈവം പറയുന്നത് ഡോണ്ട് ഡു ദിസ്, ഇതനുസരിക്ക്, നീ ഇങ്ങനെ ചെയ്താൽ നീ ഉയർച്ച പ്രാപിക്കും, നീ ഇത് ചെയ്താൽ നീ താഴ്ച പ്രാപിക്കും. നോക്ക്, ഇത് കുറെ ഡൂസ് ആൻഡ് ഡോൺസ് ആയിരുന്നു. നോക്ക്, അവർക്ക് കൊടുത്തിരിക്കുന്ന ദൈവം കൊടുത്തിരിക്കുന്ന കൽപ്പനകൾ കുറെ ഡൂസ് ആൻഡ് ഡോൺസ് ആയിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് സകലതിന്റെയും മേൽ ജയഘോഷം കൊണ്ടാടി, പിശാചിന്റെ മേൽ ജയഘോഷം കൊണ്ടാടി ഉയർത്തെഴുന്നേറ്റ് എന്താ കർത്താവ് ചെയ്തത്? സകലതിന്റെ മേൽ അധികാരം കൊടുത്തു. അതാണ് ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. നോക്ക്, അങ്ങനെ യേശുവിന്റെ നാമത്തിന് മുമ്പിൽ നമുക്കൊരു നാമം കർത്താവ് തന്നു, ഉപയോഗിക്കാൻ ഒരു നാമം. വീണ്ടും ജനിച്ച ദൈവമക്കൾ, പ്രൈസ്, നിങ്ങൾ ശക്തന്മാരാണ്, നിങ്ങൾക്ക് സകലതിന്റെയും മേൽ അധികാരമുണ്ട്. നോക്ക്, യു ഹാവ് ഓൾ പവർ ആൻഡ് അതോറിറ്റി. നിങ്ങൾക്ക് പിശാചിന്റെ മേൽ അധികാരമുണ്ട്. നോക്ക്, അവൻ എന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകലത്തിന്റെ മേൽ, ഇരുട്ടിന്റെ മേൽ, പിശാചിന്റെ പ്രവർത്തികളുടെ മേൽ എന്ത് ചെയ്യാണ്? കർത്താവ് അധികാരം തന്നു. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഇതിന് തലക്കെട്ടിട്ടിരിക്കുന്നത് യുവർ അതോറിറ്റി ഈസ് ബിഗർ ദൻ ആഡം. ആദമിനേക്കാൾ വലിയ അധികാരമാണ് എനിക്കും നിങ്ങൾക്കും എന്റെ കർത്താവ് തന്നിരിക്കുന്നത്. ആ അധികാരം തിരിച്ചറിഞ്ഞ് ഒന്ന് നടക്കാൻ തുടങ്ങിയാൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനും നിങ്ങളെ താക്കാൻ സാധിക്കത്തില്ല. സകല അധികാരങ്ങളും നോക്ക്, ഓൾഡ് ടെസ്റ്റ്മെന്റ് അതോറിറ്റി ലിമിറ്റഡ് ആയിരുന്നെങ്കിൽ അൺലിമിറ്റഡ് അതോറിറ്റിയാണ് എനിക്ക് തന്നത് കർത്താവ്. നോക്ക്, കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷയിൽ തന്നെ അനേക രോഗികളെ സൗഖ്യമാക്കാണ്. അവൻ ഭൂതങ്ങളുടെ മേൽ, പഴയ നിയമകാലത്ത് വലിയ ഭൂതങ്ങളുടെ മേൽ അധികം അധികാരം നമ്മൾ കാണുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ സർവ്വസാധാരണമായി ഭൂതങ്ങളുടെ മേൽ അധികാരം. നമ്മൾ കടന്നു പോകുന്ന സകല വിഷയത്തിന്, അത് രോഗമായിക്കോട്ടെ, ചില രോഗങ്ങൾ കർത്താവ് അവനിലെ ഭൂതാത്മാവിനെ ശാസിച്ചു, അവനിലെ രോഗാത്മാവിനെ. നോക്ക്, ആ ചന്ദ്രരോഗം പിടിച്ച ആ കുഞ്ഞ് നോക്ക്, കർത്താവിന്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ പ്രൈസ്, അവ ശിഷ്യന്മാർക്ക് ഇവനെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. കർത്താവിന്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ അവിടെ പറയും, കർത്താവ് അവന്റെ ഭൂതാത്മാവിനെ, അവന്റെ രോഗത്തിന്റെ, അത് സ്പിരിറ്റ് ഓഫ് സിക്നസ്, പല രോഗത്തിന്റെ പിന്നിലും ഒരു സ്പിരിറ്റ് ഉണ്ട്. സാമ്പത്തികമായ വെല്ലുവിളികൾ, അതിന്റെ പിന്നിൽ ഒരു ഈവിൾ സ്പിരിറ്റ് ഉണ്ട്. നിങ്ങൾ കടന്നു പോകുന്ന പല, നമ്മള് ഭൂതാന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒഫൻഡഡ് ആവും, അല്ലെ? അതിന്റെ പിന്നിൽ ഒരു ഭൂതാണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് നമുക്ക് അത്ര ഇഷ്ടപ്പെടത്തില്ല, ഒഫൻഡഡ് ആകും. പക്ഷേ ഒരു ഈവിൾ സ്പിരിറ്റ് ഉണ്ട്, അതിന്റെ പിന്നിൽ ഒരു പവർ ഉണ്ട്. അതിന്റെ മേൽ പവർ ഉണ്ടെങ്കിലും അതോറിറ്റി നിങ്ങൾക്കുണ്ട്. പിശാചിന് ഒരു ശക്തി ഉണ്ടെങ്കിലും അതിനേക്കാളൊക്കെ എത്രയോ 10 മടങ്ങാണ് വിശ്വസിക്കുന്ന ഒരു ദൈവമക്കൾക്ക് ആ പിശാചിന്റെ പ്രവർത്തികളുടെ മേൽ ഉള്ള അധികാരം. അതൊന്ന് തിരിച്ചറിയുക. യേശു ശിഷ്യന്മാരെ വിളിച്ച് മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങൾ പറയാം. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവന്റെ അരികിൽ വന്നു. അവർ തന്നോടുകൂടി ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിനയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകാനും 12 നിയമിച്ചു. നോക്ക്, അവരെ നിയമിച്ചത് തന്നെ, ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് നിയമിച്ചത് തന്നെ ഭൂതങ്ങളെ പുറത്താക്കാനാ, സകല രോഗങ്ങളെയും സൗഖ്യമാക്കാനാ. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഇവിടെ നോക്കി വായിച്ചോ, ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവൻ നോക്ക്, ഇത് തന്നെ എഴുതിയിരിക്കുകയാണ്. അവൻ 12 എന്ത് ചെയ്തു? അടുക്കൽ വിളിച്ചു. കർത്താവ് ഓടി നടന്ന് രോഗികളെ സൗഖ്യമാക്കി. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നടന്നു. ഭൂതങ്ങൾ പുറത്തായി. അക്കരെ ഗദരദേശത്ത് ചെന്നപ്പം ഒരു ഭൂതം ഇങ്ങോട്ട് വന്ന് മുട്ടുകുത്തി, സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ. നിന്നെ കാണുമ്പം പിശാച് മുട്ടിടിച്ചാ നിൽക്കുന്നത്. ഞാൻ ഒരു കാര്യം ദൈവമക്കളോട് പറയാം, സകല കാര്യങ്ങളുടെ അകത്ത് പിശാചിന്റെ ഒരു പ്രവൃത്തിയുണ്ട്. നിങ്ങൾ അധികാരത്തോടെ, ഒരു പോലീസുകാരൻ അധികാരം കാണിക്കാതെ ഒരു ട്രെയിലർ വരുമ്പോൾ ഓടി സൈഡിലോട്ട്
റോഡിന്റെ സൈഡിലോട്ട് പോയി നിന്നാൽ എന്നാ സംഭവിക്കുന്നത്? നോക്ക്, ഒന്ന് ട്രെയിലർ അതിന്റെ വഴിക്ക് അങ്ങ് പോകും. നേരെ മറിച്ച് കയ്യിലിരിക്കുന്ന ആ സ്റ്റോപ്പ് ബോർഡ് ഒന്ന് കാണിക്കുമ്പോൾ അത് എത്ര വലിയ ട്രെയിലർ ആണെങ്കിലും അതവിടെ നിന്നേ പറ്റത്തുള്ളൂ. ദാറ്റ് ദ സിംബൽ ഓഫ് അതോറിറ്റി. അധികാരത്തിന്റെ ഒരു സിംബലാണ്, മുദ്രയാണ്, അല്ലെ? അതുപോലെ തന്നെ നിങ്ങളുടെ മേൽ അധികാരത്തിന്റെ മുദ്രയുണ്ട്. വീണ്ടും ജനിച്ച ദൈവമക്കളാണോ, നിങ്ങളുടെ മേൽ അധികാരത്തിന്റെ മുദ്രയുണ്ട്. നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചവരാണോ, അധികാരത്തിന്റെ മുദ്ര നിങ്ങളുടെ മേലുണ്ട്. യേശുവിന്റെ രക്തത്താൽ നിങ്ങൾ കഴുകൽ പ്രാപിച്ചവരാണോ, അധികാരത്തിന്റെ മുദ്ര നിങ്ങൾക്കുണ്ട്. നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണോ, അധികാരത്തിന്റെ മുദ്ര നിങ്ങളുടെ മേലുണ്ട്. പ്രൈസ് ലോർഡ്. നോക്ക്, യേശു പറഞ്ഞ ഒരു വാക്കുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14 യേശു പറയുന്ന ഒരു വാക്കുണ്ട്. നോക്ക്, ഞാൻ പിതാവിന്റെ അടുത്തിരിക്കുന്നത് കൊണ്ട് എന്നിൽ വിശ്വസിക്കുന്നവർ ഞാൻ ചെയ്തതിലും വലുത് ചെയ്യും. യേശു ഭൂതങ്ങളെ പുറത്താക്കിയെങ്കിൽ നിങ്ങൾ പോകുന്ന വഴിക്ക്, ഞാൻ കേട്ടിട്ടുണ്ട് തോമസ് ഒക്കെ ഇടയ്ക്ക് പറയുന്ന, റാന്നിന്ന് ഒരു പാസ്റ്റർ ഇറങ്ങുമ്പോൾ കോട്ടയത്ത് ഭൂതം വിളിച്ചു പറയും അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. നോക്ക്, അതുപോലെയാണ് അധികാരം. അവൻ പേടിച്ചിരിക്കുക, വരണ്ടിരിക്കുക. നമ്മളെ ഈ പാമ്പ് തലപൊക്കും, അല്ലെ? പാമ്പ് ഇങ്ങനെ മനുഷ്യരെ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ തലപൊക്കും. നോക്ക്, അതിന്റെ ദേഷ്യമല്ല അത് കാണിക്കുന്നത്, അതിന്റെ ഭയമാണ് അത് കാണിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ പിശാച് ഭയപ്പെട്ട് വിറച്ച് നിങ്ങളെ കാണുമ്പോൾ, പിശാചിനെ ഒന്നും വിറയ്ക്കരുത് കേട്ടോ, അവന്റെ മേൽ നിങ്ങൾക്ക് അധികാരമുണ്ട്. അവൻ ഭയപ്പെട്ട് വിറച്ച് നിൽക്കുകയാണ്. ഞാൻ നോക്കിയ ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 9-ാം അധ്യായത്തിൽ പറയുകയാണ്, അവൻ പന്തിരുവരെ അടുക്കൽ വിളിച്ചു, സകല ഭൂതങ്ങളുടെ മേലും. എന്നാ എഴുതിയ? സകല ഭൂതങ്ങളുടെ. എന്നാ എഴുതിയ? സകല ഭൂതങ്ങളുടെ മേലും. ഓൾ ഡെവിൾസ്, എല്ലാ ഭൂതത്തിന്റെ മേലും. അത് കടഭാരമായിക്കോട്ടെ, അത് രോഗമായിക്കോട്ടെ, അതൊരു ഫാമിലി പ്രോബ്ലം ആയിക്കോട്ടെ, അത് കുഞ്ഞുങ്ങളുടെ പ്രോബ്ലം ആയിക്കോട്ടെ, നിങ്ങൾ കടന്നു പോകുന്ന സകല വിഷയത്തിന്റെ മേലും അവരെ അയക്കുമ്പോൾ കർത്താവ് അവർക്ക് കൊടുക്കുന്ന അധികാരം നോക്കി, അതോറിറ്റി ഒന്ന് നോക്കിക്കേ. സകല ഭൂതങ്ങളുടെ മേൽ വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരം, അവർക്ക് ശക്തിയും കൊടുത്തു, അവർക്ക് അധികാരവും കൊടുത്തു. They had both power and authority. നോക്ക്, കർത്താവ് ഇടയ്ക്കിടയ്ക്ക് ശിഷ്യന്മാരോട് പറയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. ആൻഡ് വി ഹാവ് റിസീവ്ഡ് ദ ഹോളി സ്പിരിറ്റ്. എനിക്കും നിങ്ങൾക്കും പരിശുദ്ധാത്മാവ് എന്നൊരു കാര്യസ്ഥനുണ്ട്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്ത് കിട്ടും? ശക്തി, പവർ. എന്തിനു വേണ്ടിയാ? ഏത് വിഷയത്തിന്റെ അകത്തും ധൈര്യത്തോടെ ഗോഡ് വിൽ ഗിവ് us the boldness. കർത്താവിന്റെ വചനത്തെ വിശ്വസിക്കാൻ. കർത്താവിന്റെ വചനം നോക്ക്, ഒരു വിഷയത്തിൽ നിൽക്കുവാൻ പെട്ടെന്ന് ആദ്യം പോപ്പപ്പ് ചെയ്തു വരുന്നത് കർത്താവിന്റെ വചനമാണ്. അവിടെ നോക്ക്, ആ വിഷയമല്ല, വിഷയത്തെക്കാൾ കർത്താവിന്റെ വചനം പോപ്പ് ചെയ്യും. വിഷയത്തെക്കാൾ എന്റെ അധികാരം, എനിക്ക് ഇതിന്റെ മേലെ അധികാരമാണ്. ഞാൻ കൽപ്പിക്കുമ്പം മുട്ടുമടങ്ങും എന്നുള്ള ഉറപ്പ്. ദൈവമക്കളെ, ആദാമിനുണ്ടായിരുന്ന അധികാരത്തെക്കാൾ വലുതാണ് നിങ്ങൾക്കുള്ള അധികാരം. അത് ആദാമിന് സകലതിന്റെ മേൽ വാഴാൻ പറഞ്ഞപ്പോ ഈ ഭൂമിയിലുള്ളതിനേ ഉള്ളൂ. പക്ഷെ സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള സകല അധികാരങ്ങളും നോക്ക്. ഉയർത്തെഴുന്നേറ്റ് യേശു അവരോട് പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലും. 28-ാം അധ്യായം മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. യേശു അടുത്ത് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ. എനിക്കതുള്ളത് കൊണ്ട് നിങ്ങൾ പുറപ്പെടാനാ പറഞ്ഞ. ആകയാൽ നിങ്ങൾ ആ വാക്ക് നിങ്ങൾ കണ്ടോ? ആകയാൽ നിങ്ങൾ പുറപ്പെടും. എനിക്കതുള്ളതുകൊണ്ട് അത് നിങ്ങൾക്കുമുണ്ട്. യോഹന്നാൻ 20:21 പറയാണ്, എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു. അപ്പൊ എനിക്കത് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അത് ഉണ്ടാകും. ഉയർത്തെഴുന്നേറ്റ യേശു ആദ്യം അവരോട് പറഞ്ഞത് മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 16-17 വായിക്കുമ്പോൾ യേശു അവരോട് പറഞ്ഞത്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. അവർ എന്റെ നാമത്തിൽ, ആ നാമത്തിന്റെ മുമ്പിലല്ല, നോക്ക്, ആദ്യത്തെ ശുശ്രൂഷ ഭൂതങ്ങളെ പുറത്താക്കുന്നു. നോക്ക്, പഴയ നിയമത്തിൽ നിങ്ങൾ ആ ശുശ്രൂഷ വലുതായിട്ട് നിങ്ങൾ കാണുന്നില്ല, ഒന്നും ഒറ്റയൊക്കെ ആയിട്ടേ കാണുന്നുള്ളൂ. എന്നാൽ ഇത് കോമൺ ആണ്. സകല വിഷയത്തിന്റെ മേലും ഒരു ഈവിൾ സ്പിരിറ്റ് ഉണ്ട്. നിങ്ങളുടെ സാമ്പത്തികമായ ഞെരുക്കങ്ങളാണോ? നിങ്ങളുടെ ജോലി ഉയർച്ചയില്ലേ? നിങ്ങളുടെ വീട് ഒരു ഉയർച്ചയില്ലാത്ത സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുകയാണോ? പല വെല്ലുവിളികളും നേരിടുകയാണോ? ഒന്നിനു പുറകെ ചിലർ പറയും ഒരു വിഷയം കഴിയുമ്പോൾ അടുത്ത വിഷയം വരികയാണ്.
നോക്ക് വാതുക്ക് വന്ന് ഡോറെ നോക്ക് ചെയ്ത് നിൽക്കുന്നത് പോലെ അടുത്ത വിഷയം വരികയാണ്. ചിലപ്പോൾ വിളിക്കുമ്പോൾ പറയാറുണ്ട്, ഒരാളെ ആശുപത്രിയിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവന്നാക്കി കഴിയുമ്പോൾ അടുത്ത ആളെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകുക. ഇതിന്റെ എല്ലാം പിന്നിൽ ഒരു പൈശാചികമായ ബന്ധനമുണ്ട്, ഒരു ഈവിൾ സ്പിരിറ്റ് ഉണ്ട്. അവനെ കാസ്റ്റ് ഹിം ഔട്ട്. അവനോട് പറയണം, കടക്ക് പുറത്ത്, എന്റെ വീട്ടിൽ നിനക്ക് അധികാരമില്ല. ഇത് ദൈവത്തിന്, എന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. ഈ മന്ദിരത്തെ ദൈവവചനം പറയുകയാണ്, ഈ മന്ദിരത്തെ നശിപ്പിക്കാൻ നോക്കുന്നവനെ ഞാൻ നശിപ്പിക്കും. കർത്താവ് പറയുകയാണ്, ഐ വിൽ ഡീൽ വിത്ത് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മേൽ നിങ്ങൾക്ക് അധികാരമുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിക്കോ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിക്കോ. നോക്ക്, ചിലരോടൊക്കെ നമ്മൾ പറയുമ്പോൾ, ചില വിഷയങ്ങളൊക്കെ പറയുമ്പോൾ ചിലരോടൊക്കെ ഇതിന്റെ പിന്നിൽ ഒരു ഈവിൾ സ്പിരിറ്റാന്ന് പറയുമ്പോൾ അവർക്ക് അത് അത്ര അവർക്ക് ചിലർക്കത് എടുക്കാൻ ഭയങ്കര പാടാണ്. എനിക്ക് ഭൂതം ഉണ്ടെന്നോ, ഞാൻ ആരാണെന്നറിയാവോ, ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്ന കുട്ടിഭൂതങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കാസ്റ്റ് ഔട്ട് ചെയ്യേണ്ട ചില ഡിമൻസ് ഉണ്ടല്ലേ, ചില പൊസഷൻസ് ഉണ്ടല്ലേ. നമ്മൾ കടന്നു പോകുന്ന സകല വിഷയത്തിന്റെ അകത്തും ഒരു ഈവിൾ സ്പിരിറ്റ് ഉണ്ട്. നോക്ക്, നമ്മുടെ പിശാച് നോക്കുന്നതന്നെ നമ്മുടെ സന്തോഷം കെടുത്തിക്കളയാൻ, നമ്മുടെ സമാധാനം കളയാൻ. നോക്ക്, ഇതെല്ലാം നമ്മുടെ സന്തോഷം പോകുന്നെങ്കിൽ, നമ്മുടെ സമാധാനം ജീവിതത്തിൽ പോകുന്നെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു പിശാചിന്റെ പ്രവൃത്തിയുണ്ട്. അതിനെ അഴിപ്പാനാണ് ദൈവപുത്രൻ വന്നത്. അതിന്റെ മേലാണ് കർത്താവ് അധികാരം തന്നത്. മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിശാചിന്റെ മേൽ ജയഘോഷം കർത്താവ് കൊണ്ടാടി. ഈ പിശാചിന്റെ മേൽ ജയഘോഷം കൊണ്ടാടി എന്ന് പറഞ്ഞപ്പോൾ കാൽവറി ക്രൂശിൽ അവനെ തകർത്ത് കളഞ്ഞു, അവനെ ഇല്ലാതെയാക്കി. നോക്ക്, അവനെ നോക്ക്, കർത്താവ് ആ കാൽവറി ക്രൂശിൽ തന്റെ ജീവനെ വിട്ടുകളഞ്ഞപ്പോൾ സാത്താനെ എന്ത് ചെയ്തു? പരസ്യ കോലമാക്കി എന്ത് ചെയ്തു? തീർത്തു. അവന് തീർന്നു പോയി. നമ്മുടെ ഈ കോഴി കുഞ്ഞുങ്ങളെ ആയിട്ട് നടക്കുന്ന ശിന കണ്ടിട്ടില്ലേ? കോഴി കുഞ്ഞുങ്ങളെ ആയിട്ട് നടക്കുമ്പോ ഈ കോഴി എന്തെങ്കിലുമൊക്കെ മാന്തും പറമ്പിൽ നിന്ന്. ഈ മാന്തി ചെറിയ പുഴുവൊക്കെ വരുമ്പം ആ പുഴു കിടന്നിങ്ങനെ ഞൊടയ്ക്കുമ്പോൾ കോഴി വന്ന് ഒരു കൊത്തി അതിനെ ഇങ്ങനെ ഞൊളയ്ക്കാതെ വണ്ണം അതിനെ ഒരു ജീവച്ഛവമായി അതിനെ ഇടും. എന്തിനു വേണ്ടിയാ? പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഭയമില്ല. അല്ലെങ്കിൽ ഇത് വിറയ്ക്കുന്ന കാണുമ്പോൾ കുഞ്ഞുങ്ങളെ ഭയപ്പെടും എന്ന് പറഞ്ഞതുപോലെ പിശാചിനെ തകർത്ത്, അവന്റെ തലയെ തകർത്ത്. അവന് ഇല്ല കേട്ടോ, ആ വാല് ചെറിയൊരു അനക്കം പോലെ ഉള്ളൂ. അതാണ് നിന്റെ സമാധാനം കളയാൻ നോക്കുന്നത്, നിന്റെ സന്തോഷം കളയാൻ നോക്കുന്നത്. അതാണ്. അവന്റെ മേൽ എന്ത് ചെയ്യണം? ദൈവമക്കൾ അധികാരം എടുക്കണം. ചിലരോടൊക്കെ പറയുമ്പോൾ ചിലർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. അവര് റിസീവ് എന്നിട്ട് അവര് ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ പ്രാർത്ഥിച്ചായിരുന്നു, ഒന്നും സംഭവിച്ചില്ല. They didn't receive. നോക്ക്, കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിൽ നിങ്ങൾ നോക്കിയോ, മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 6-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. ഏതാനും ചില രോഗികളെ തന്റെ സ്വന്തം നാട്ടിൽ, തന്റെ സ്വന്തം പിതൃഗ്രഹത്തിൽ കർത്താവിന് അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റിയില്ല. അവിടെ ചെന്നപ്പം അവര് പറഞ്ഞ കാര്യം എന്നാ? ഇത് നമ്മുടെ യോസഫിന്റെ, നമ്മുടെ മറിയയുടെ, നമ്മുടെ ഇന്ന വീട്ടിലെ ഇന്നാരുടെ. യു മേ ലുക്ക് ഓർഡിനറി, പക്ഷേ അകത്തൊരു എക്സ്ട്രാ ഓർഡിനറി പവർ നിങ്ങളുടെ അകത്ത് കർത്താവ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി അതോറിറ്റി നിങ്ങളുടെ അകത്ത് വെച്ചിട്ടുണ്ട്. യൂസ് ഇറ്റ്. അപ്പൊ ചിലർ നമ്മളിത് പറയുമ്പോൾ അത് എടുക്കത്തില്ല. ചിലർക്ക് ഇത് ബുദ്ധിമുട്ടാണ്, അത് റിസീവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. റിസീവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് കിട്ടത്തില്ല. ദൈവവചനം പറയാ, ഭൂമിയിൽ നിങ്ങൾ 2 പേർ ഐക്യമധ്യപ്പെട്ടാൽ. അപ്പം റിസീവിംഗ് എൻഡിലും ഡെലിവറി എൻഡിലും യു ഹാവ് ടു ബിലീവ് ഇൻ ഹിസ് അതോറിറ്റി. അതാ കർത്താവിന്റെ നാമത്തിൽ നടക്കും. അത് വിളിച്ചു പറയണം. അതോറിറ്റി നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കണം. ഇവിടെ പറയുകയാണ്, ഏതാനും ചില രോഗികളെ കൈവച്ച് സൗഖ്യം വരുത്തിയതല്ലാതെ അവിടെ വീര്യപ്രവൃത്തി ഒന്നും ചെയ്യാൻ ആർക്ക് കഴിഞ്ഞില്ല. യേശുവിന് പോലും അവിടെ വീര്യപ്രവൃത്തി ചെയ്യാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാ കഴിയാതെ? അവരുടെ അവിശ്വാസ ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു. അവർ ചുറ്റുമുള്ള ഊരുകളിൽ ഉപദേശിച്ചുകൊണ്ട് സഞ്ചരിച്ചു പോന്നു. അനന്തരം അവൻ 12 അടുക്കൽ വിളിച്ചു അവരെ 2 അയച്ചു തുടങ്ങി. അവർക്ക് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തു. അവിടെയും പറയുകയാണ്, അശുദ്ധാത്മാക്കളെ പുറത്താക്കാൻ ഉള്ള അധികാരം. പ്രിയപ്പെട്ടവരെ, കടന്നു പോകുന്ന സകല വിഷയത്തിന്, ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം എന്താണ്? കടന്നു പോകുന്ന സകല വിഷയത്തിന്റെ അകത്തും പിശാചിന്റെ ഒരു പ്രവൃത്തിയുണ്ട്. എന്നാൽ അതിന്റെ മേൽ ദൈവമക്കൾക്ക് അധികാരം തന്നിട്ടുണ്ട്. സാമ്പത്തികമായി ബുദ്ധിമുട്ടാണോ? നിങ്ങളുടെ നാവ് കൊണ്ട് തന്നെ യേശുവിന്റെ നാമത്തിൽ സാമ്പത്തികമായ വെല്ലുവിളികൾ ജീവിതത്തിൽ നിന്ന് മാറട്ടെ. ആ കുടുംബ ജീവിതത്തിലെ തകർച്ച യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ആ ഡൈവേഴ്സ് മാറിപ്പോകട്ടെ.
ഡൈവേഴ്സ് വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ കാര്യമില്ല. കുടുംബജീവിതത്തിന്റെ വെളിയിലുള്ള ബന്ധങ്ങൾ യേശുവിന്റെ നാമത്തിൽ ലെറ്റ് ഇറ്റ് ബി ഡിറ്റാച്ച്ഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. അത് മാറിപ്പോകട്ടെ. ഇത് ജീവിതങ്ങളെ വിട്ടുമാറട്ടെ. എന്ത് ചെയ്യണം? കൽപ്പിക്കണം. കുഞ്ഞുങ്ങള് ചിലർ പറയും കുഞ്ഞുങ്ങൾ അനുസരണയില്ല, കുഞ്ഞുങ്ങൾ തോന്നി വഴി. ആ ഡ്രഗ് അഡിക്ഷന്റെ മേൽ നിങ്ങൾക്ക് അധികാരമുണ്ട്. നോക്ക്, ഫോൺ അഡിക്ഷൻ ആണോ? നിങ്ങൾക്ക് അധികാരം അതിന്റെ മേലുണ്ട്. യേശുവിന്റെ നാമത്തിൽ അധികാരം ഒന്ന് ഉപയോഗിച്ചേ. എല്ലാത്തിന്റെ മേലും അതല്ലേ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളും തന്നിരിക്കുക. എന്നിട്ട് പറയും ആകയാൽ. യേശു പറയാ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുക. ആകയാൽ എനിക്കത് ഉള്ളത് കൊണ്ട് നിങ്ങൾ പറയും യു ആർ മൈ പീപ്പിൾ, യു ആർ മൈ ചൈൽഡ്, യു ആർ മൈ ക്ലോസ് ബഡി. നിങ്ങൾ പുറപ്പെട്ട്, നിങ്ങൾ എന്റെയാണ്, നിങ്ങൾ എന്റെ ഭാഗമാണ്. ഐ റിസൈഡ് ഇൻ യു. ഞാൻ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ പുറപ്പെട്. യേശു പറഞ്ഞില്ലേ, നിങ്ങൾ പത്രോസിനോട് പറയല്ലേ, നീ ഭൂമിയിൽ അഴിക്കുന്നത് ഞാൻ സ്വർഗത്തിലും അഴിക്കും. നിങ്ങൾ പുറപ്പെട്ടൊന്ന് അഴിച്ചേ. അഴിക്കാനും കെട്ടാനും വാട്ട് എവർ യു ബൈൻഡ് ഓൺ എർത്ത് വിൽ ബി ബൗണ്ട് ഇൻ ഹെവൻ. വാട്ട് എവർ യു അൺടൈ വിൽ ബി അൺടൈഡ് ഇൻ ഹെവൻ. നിങ്ങൾ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയും, നിങ്ങൾ കെട്ടുന്നത് ഭൂമിയിൽ കെട്ടും. യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ വാലിച്ചുരുട്ടി ഓടും പിശാച്. പറയണം, വിശ്വാസത്തോടെ പറയണം. അതാ യേശു പറഞ്ഞ മർക്കോസിന്റെ സുവിശേഷം 16 വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. അവർ എന്റെ നാമത്തിൽ പുറത്താക്കും. നമ്മുടെ കഴിവും നമ്മുടെ ശക്തിയൊന്നും അല്ല. നമുക്ക് മറ്റേ പ്രോട്ടീനൊക്കെ അടിച്ച് മസിലൊക്കെ വെച്ച് പിശാചിനെ വരട്ടാൻ മസിലൊന്നും വേണ്ട. ഒരു 5 വയസ്സുള്ള ഒരു കൊച്ചു കുഞ്ഞ് പറഞ്ഞാലും 3 വയസ്സുള്ള ഒരു കൊച്ചു കുഞ്ഞ് പറഞ്ഞാലും യേശു എന്ന് പറഞ്ഞാൽ അവൻ അറിയാം. കാരണം അവന് അടി കിട്ടിയതാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ക്രൂശിൽ അവന് അടി കിട്ടിയതാണ്. നോക്ക്, അവിടെ പറയാണ് അടുത്ത ദിവസം കർത്താവ് പാതാളത്തിൽ ഇറങ്ങിച്ചെന്നു. അവന്റെ സകല ആയുധവർഗവും വെപ്പിച്ചു. ഹി ഹാവ് നോ വെപ്പൺ. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത് നോ വെപ്പൺ ഫോംഡ് അഗൈൻസ്റ്റ് യു വിൽ പ്രോസ്പർ. ഒന്നും നിനക്ക് തൊടത്തില്ല. നിന്റെ വീടിനെ തൊടത്തില്ല, നിന്റെ കുഞ്ഞുങ്ങളെ തൊടത്തില്ല, നിന്റെ സമ്പത്തിനെ തൊടത്തില്ല, നിന്റെ ആരോഗ്യത്തെ തൊടത്തില്ല. നിന്റെ ഒന്നിനെ തൊടാൻ അധികാരമില്ല. യു ഹാവ് അതോറിറ്റി ഓവർ. അതിനെ തിരിച്ചറിയാം. പള്ളി പോയിട്ട് കാര്യമില്ല. സ്വർഗവിരുദ്ധി വരുന്നുണ്ട്, കൈയടിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. യു ഷുഡ് റെക്കഗ്നൈസ് യുവർ അതോറിറ്റി. ഇവിടെ അധികാരമുണ്ടെന്ന് തിരിച്ചറിയും. അധികാരം ഉപയോഗിക്കണം. കടുക് പുറത്തെന്ന് പറയണം. എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറയണം. എന്റെ കുടുംബജീവിതത്തിൽ നിന്ന് ഇറങ്ങാൻ പറയണം. എന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങാൻ പറയണം. എന്റെ ഭൗതികമായ രംഗത്ത് ദൈവത്തിന്റെ ആദ്യം നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1:28 നമ്മൾ വായിച്ചതാ. ദൈവം അവരെ അനുഗ്രഹിച്ചു. ദൈവത്തിന്റെ ആദ്യം മുതലുള്ള പ്ലാൻ മനുഷ്യനെ അനുഗ്രഹിക്കാനാണ്. തന്റെ സാദൃശ്യത്തിലും തന്റെ സ്വരൂപത്തിലുമാണ് സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ പദ്ധതി അനുഗ്രഹമാണ്. ചില പറയുന്നത് നമ്മുടെ അനുഗ്രഹം മാത്രമേ ഞങ്ങൾ പറയുന്നു. ഇനിയും പറയും, പിന്നെയും പറയും, വീണ്ടും പറയും, തുടർന്നും പറയും. അനുഗ്രഹം മാത്രമേ പറയുള്ളൂ. ഇതിന് ഈ കുറച്ച് ശാപം വേണ്ടി ആരെങ്കിലും ഉണ്ടോ? ഈ അനുഗ്രഹം മാത്രമേ നിങ്ങൾ പറയത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ബ്രദറിന് ശാപം വേണം. അത് വേണ്ടി ആരും ഈ ലോകത്തിലില്ല. നന്മ വേണ്ടിയവര് അല്ലേ? യോബിന്റെ കഷ്ടത വേണ്ടിയവര് വല്ലവരും ഉണ്ടോ? ആരുമില്ല. നോ വൺ. വെറുതെ പറയുന്ന അതാ മായത്താഴ്മ അല്ലേ? ചുമ്മാ എനിക്ക് അതൊന്നും അല്ല. എന്നെ പറഞ്ഞ നിത്യജീവൻ തന്നു, അത് എന്നിലുണ്ട്. ഹി ലീവ്സ് ഇൻ മീ. നോക്ക, അപ്പോസ്തലനായ യോഹന്നാൻ 1 യോഹന്നാൻ അതിന്റെ 5-ാം അധ്യായത്തിൽ പറയുകയാണ്, നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. യു ഹാവ് ഇറ്റേണൽ ലൈഫ് എന്നാ പറഞ്ഞത്. യു ഹാവ്, കിട്ടുമെന്ന്. യു വിൽ പൊസസ് എന്നല്ല പറഞ്ഞ, യു ഹാവ്. നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട്. വൈ ആർ യു വെറീഡ്? നിങ്ങളുടെ കഴിവുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് എറ്റേണിറ്റി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒന്നുമില്ല. നമ്മുടെ കഴിവും മിടുക്കും ഒന്നും അല്ല നമുക്ക് എറ്റേണിറ്റി തരുന്നത്. നമുക്ക് നിത്യത തരുന്നത് കർത്താവ് കാൽവറി ക്രൂശിൽ വില കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അവന്റെ രക്തത്താൽ എന്നെ കഴുകി, എന്നെ തെരഞ്ഞെടുത്തു. ഒന്നും ഞാൻ ചെയ്തതല്ലേ, എല്ലാം അവൻ ചെയ്തതാ എനിക്ക് വേണ്ടി. എന്റെ കഴിവുകൊണ്ട് ആർക്കെങ്കിലും പോകാൻ പറ്റുമോ? കൃപയാകട്ടോ. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ കാരണമല്ല, നിങ്ങൾ ദൈവത്തിന്റെ ദാനമാണ്, തെരഞ്ഞെടുത്തതാണ്.
ഇത് കർത്താവിന്റെ, നമ്മളായിരിക്കുന്നത് കർത്താവിന്റെ ഡിവൈൻ പ്ലാനിലാണ്. നമ്മളെ നാവിഗേറ്റ് ചെയ്യുന്ന ഒരാളുണ്ട്. ഹിസ് നെയിം ഇസ് ഹോളി സ്പിരിറ്റ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് എന്നെ നിങ്ങളെയും നാവിഗേറ്റ് ചെയ്യുന്നത്. ആ അന്ത്യത്തോളം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ഉയർപ്പിച്ച് അവനോടുകൂടി ആ നാളിൽ വരുന്നു. നോക്ക്, ആ ദിവസം വരെ ഇത് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഇത് ഓൺ ഡ്യൂട്ടിയാണ്. ദൈവമക്കളെ, ജസ്റ്റ് ബിലീവ് ആൻഡ് നമ്മുടെ അതോറിറ്റി ഉണ്ട്. ആ അതോറിറ്റി നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിക്കോ, യു വിൽ സീ അമേസിംഗ് ചേഞ്ചസ് ഹാപ്പനിങ്. പിശാചിന്റെ ആ കുട്ടിഭൂതമൊക്കെ ഉണ്ട്. ആ കുട്ടിഭൂതത്തിനെ ഓടിക്കണം. പേഴ്സിൽ പൈസ കുറയുന്നു, ഒരു കുട്ടിഭൂത യേശുവിന്റെ നാമത്തിൽ വിളിച്ചു വരുത്തിക്കണം. മരിച്ചതിനെ ജീവിപ്പിക്കുക. അപ്പന്റെ സ്വഭാവം അതാ. കർത്താവ് പറയാ, എനിക്ക് അധികാരമുണ്ട്, ആകയാൽ നിങ്ങളൊന്ന് ചെയ്തോളാൻ. ഞാൻ ചെയ്തതിനും വലുത് എന്നിൽ വിശ്വസിക്കുന്നവർ ചെയ്യുമെന്നാണ്. അത് ഉപയോഗിച്ച് എൻജോയ് ഇറ്റ്. കർത്താവിന്റെ വേല അത് അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ പറഞ്ഞത്. ഗിവ് ഓൺ ടു ദ കിങ്ഡം ഓഫ് ഗോഡ്, വെതച്ച് ഓൺ. പ്രിയപ്പെട്ടവർ, ഒന്നിനും കുറവ് വരുന്നത്. ഇന്ന് പ്രാർത്ഥിക്കാൻ പോകുക. പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ ആ നാവ് കൊണ്ട് നിങ്ങൾ ഫേസ് ചെയ്യുന്ന എന്നാ വിഷയമാണ് ഒന്ന് വിളിച്ചു പറഞ്ഞു. നിങ്ങളുടെ കുടുംബജീവിതത്തിലാണോ പ്രോബ്ലം? യേശുവിന്റെ നാമത്തിൽ എന്റെ ജീവിത പങ്കാളി കർത്താവ് എനിക്ക് ദാനമായി തന്നതാണ്. തൊടാൻ അധികാരമില്ല. എന്റെ കുടുംബജീവിതത്തിലോട്ട് തിരിഞ്ഞു നോക്കാൻ പോലും, എന്റെ കുടുംബജീവിതത്തിലെ സമാധാനം കളയാൻ പിശാചേ നിനക്ക് അധികാരമില്ല. ഐ കാസ്റ്റ് യു ഔട്ട്. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിന്ന് നിന്നെ എജക്ട് ചെയ്യുക, ഞങ്ങൾ വെളി കളയുകയാണ്. വി ഡിനൈ യു. നിനക്ക് ഇവിടെ അധികാരമില്ല. നിന്റെ അധികാര പരിധിയിലല്ല ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ ദൈവത്തിന്റെ അധികാര പരിധിയിൽ നിൽക്കുന്നവരാണ്. സാമ്പത്തികമായ വെല്ലുവിളിയാണോ? ഇറങ്ങാൻ പറയണം. സാമ്പത്തികമായ ബുദ്ധിമുട്ടിനും ദാരിദ്ര്യത്തിന്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് പോവർട്ടി, നിനക്ക് എന്റെ വീട്ടിൽ അധികാരം ഇല്ല. ഞങ്ങളുടെ വീട് സമൃദ്ധിയുടെ വീടാണ്. ഞങ്ങളുടെ വീട് കർത്താവിന്റെ ഗ്ലോറി ഇറങ്ങുന്ന വീടായതുകൊണ്ട് നന്മയും കരുണയും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ പിന്തുടരും. അതുകൊണ്ട് പിശാചെ നിന്റെ ദാരിദ്ര്യം എടുത്തോണ്ട് വാലും ചുരുട്ടി ഓടിക്കണം. ഗെറ്റ് ഔട്ട്. നീ തടസ്സങ്ങൾ കൊണ്ടുവന്നിടാൻ നോക്കുകയാണ്. ചിലരൊക്കെ മുമ്പോട്ട് പോകാൻ തടസ്സം, ചിലതൊക്കെ വഴികൾ അടഞ്ഞിരിക്കുന്നത് പോലെ. വഴികൾ അടഞ്ഞിരിക്കുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ വഴികൾ തുറക്കട്ടെ. നീ ഭൂമിയിൽ അഴിക്കുന്നത് ഞാൻ അഴിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തുറക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. യൂസ് ദാറ്റ് അതോറിറ്റി. എനിക്ക് പറയാനുള്ളത്, യൂസ് ദാറ്റ് അതോറിറ്റി. എന്തുകൊണ്ടാണ് ഉപയോഗിക്കുക? അതിന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് വിഷയത്തിന് മുമ്പിൽ കരയരുത് കേട്ടോ. വിഷയത്തിന് മുമ്പിൽ കരയാനൊന്നും അല്ല എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. വിഷയത്തിന്റെ മുമ്പിൽ ഉപവസിക്കാനും അല്ല എന്നെ നിങ്ങളെ വിളിച്ചത്. എന്നാ അവന്റെ ഉപവാസം തീരട്ടെന്ന് പറയും വിഷയം. അവൻ ശരിക്കും ഉപവസിക്കട്ടെ, ഒരു 40 ദിവസം കൂടെ അവൻ ഉപവസിക്കട്ടെ. വിഷയത്തിന് മുമ്പിൽ നിന്റെ അധികാരം എടുത്ത് നീ ഉപവസിച്ചോ, കൃപ പ്രാപിക്കാൻ ഉപവസിച്ചോ, കർത്താവിൽ ഒന്നുകൂടെ ബലപ്പെടാൻ ഉപവസിച്ചോ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും, ബി കണക്റ്റഡ് മോർ. പണ്ടത്തേലും കൂടുതൽ പ്രാർത്ഥിക്കുകയും കണക്റ്റഡ് ആയിക്കേ. പണ്ടത്തേലും കൂടുതൽ ഉപവസിച്ച്. പക്ഷെ നിന്റെ വിഷയം മാറാനൊന്നും ഉപവസിക്കണ്ട. അന്നാ പിന്നെ കാൽവറി ക്രൂശിൽ കർത്താവ് വില കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. നമ്മളൊന്ന് ഉപവസിച്ചാൽ പോരായിരുന്നു വിഷയം മാറാൻ. നിന്റെ ഉപവാസം കൊണ്ടൊന്നും അല്ല വിഷയം മാറും. അവരെ പറയുകയും പഠിപ്പിക്കുകയും, ഞാൻ ആ പഠിപ്പിക്കുന്നതിനെതിരാണ്. നീ ഉപവസിച്ചോ, പ്രാർത്ഥിച്ചോ, കർത്താവ് എനിക്ക് അധികം കൃപ വേണം, എനിക്ക് കർത്താവ് ഉപയോഗിക്കപ്പെടണം, എനിക്ക് രോഗികളെ സൗഖ്യമാക്കണം, കർത്താവെ എനിക്ക് അഭിഷേകം വേണം, അതിനൊക്കെ ഉപവസിച്ച് പ്രാർത്ഥിച്ച്. എനിക്ക് ലോകത്തിന്റെ അറ്റത്തോളം പോകണം, അതിന് ഉപവസിച്ച് പ്രാർത്ഥിച്ച്. കർത്താവ് എനിക്ക് ഒരുക്കമുള്ള ഒരു മനസ്സ് തരണം, അതിന് ഉപവസിച്ച് പ്രാർത്ഥിച്ച്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണം ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും. വിഷയത്തിന്റെ അടിപടല വിട്ട് അവൻ ഓടും, വാല് ചുരുട്ടി അവൻ പോകും. നീ ഒരു വാക്ക് പക്ഷെ നീ പറയണം. പാസ്റ്റർ പറഞ്ഞാൽ പാസ്റ്ററുടെ ജീവിതത്തിൽ നടക്കും, നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. യു ഹാസ് ടു സേ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. അവരെന്റെ നാമത്തിൽ പവർ ഓഫ് അറ്റോണി പോലെ തന്നിരിക്കും. ഓരോരുത്തരുടെ കയ്യിലും അതുണ്ട്, കൊച്ചു കുഞ്ഞിന്റെ കയ്യിലുമുണ്ട്. നോക്ക്,
അവന്റെ നാമത്തിൽ ഭൂലോകരുടെയും അധോലോകരുടെയും സ്വർലോകരുടെയും എല്ലാ ഏറിയയിലും നിങ്ങൾക്ക് അധികാരമുണ്ട്. നിങ്ങൾ ഇവിടെ ഇരുന്നാൽ അമേരിക്കയിൽ അത്ഭുതം നടക്കും. ഇവിടെ ഇരുന്ന് പറഞ്ഞു ആകാശവും ഭൂമിയും അവിടുത്തെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുക. ഇവിടെ പറയുമ്പോൾ അവിടെ അത്ഭുതം നടക്കും. മനസ്സിലായോ? അത്ര അധികാരമുള്ളവരാണ് നിങ്ങൾ. റെക്കഗ്നൈസ് യുവർ അതോറിറ്റി. ആദാമിനേക്കാൾ വലിയ അധികാരം. അതോ വീണ്ടും ജനിച്ച ഒരു ദൈവവൈതൽ എന്ന് പറയുമ്പോൾ അത്ര ഭയങ്കര അധികാരമാണ്. സോ യൂസ് ഇറ്റ്, റെക്കഗ്നൈസ് ഇറ്റ്. അതിനെ തിരിച്ചറിഞ്ഞാൽ മതി. ഓടിക്കേണ്ടവനെ ഓടിക്കണം. വീട്ടിൽ ചില കുട്ടിഭൂതമൊക്കെ കളിക്കുക, തമ്മി തോണ്ടലൊക്കെ കൊണ്ടുവന്ന് വഴക്കൊക്കെ ഉണ്ടാക്കി നോക്ക് സമാധാനം കളയുന്ന ചില കുട്ടിഭൂതങ്ങളൊക്കെ യേശുവിന്റെ നാമത്തിൽ ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോയി. ഗെറ്റ് ഔട്ട്. ഓടിച്ചേ അങ്ങോട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോയി. എന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങാൻ. ചില കുഞ്ഞുങ്ങളെ കുറിച്ച് വളരെ വെറീഡ് ആയിട്ടുള്ള പേരൻസിനെ എന്നെ കാണിക്കുന്നുണ്ട്. മാതാപിതാക്കളെ വിളിക്കാത്ത ചില കുഞ്ഞുങ്ങൾ, അവരെ കരുതാത്ത ചില കുഞ്ഞുങ്ങൾ. ഭൂതാണ് കേട്ടോ. യേശുവിന്റെ നാമത്തിൽ അവരുടെ മേൽ നിങ്ങൾക്ക് അധികാരം. ഭൂത വീട് നോക്കാത്ത ചില ആൾക്കാർ. നിങ്ങൾക്ക് കുടുംബജീവിതം ഉണ്ടോ? നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ ഭാര്യ, അവരെ എല്ലാം അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അവരെ നോക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ പിടിച്ചു, ഭാര്യ നോക്കത്തില്ലെന്ന്. ഋഷിനായിക്ക് അറിയാമെന്ന്. ഭാര്യ നോക്കത്തില്ല, ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കത്തില്ല. നോക്ക്, പോറ്റി പുലർത്താനാ ദൈവവചനത്തിന്റെ കൽപ്പന. പോറ്റുകയും എന്ത് ചെയ്യണം? പുലർത്തുകയും ചെയ്യണം. എങ്ങനെ ജീവിച്ചാലും ദൈവം ക്ഷമിച്ചോളൂ എന്നാണ്. അങ്ങനൊന്നുമില്ല. ദൈവം ക്ഷമിക്കുന്നവനാ. ദൈവത്തിന് ദീർഘക്ഷമ കാണിക്കുന്നവനാ. പക്ഷെ നമുക്ക് ഇതിനെ പൊട്ടിക്കാൻ പറ്റും. ആ കൃപ പൊട്ടിച്ച് കളയരുത്. എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപയെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. കൃപയെ വേണേ പൊട്ടിച്ച് കളയാം. അതുകൊണ്ട് എന്നെ കേൾക്കുക, അതിന്റെ എല്ലാം പിന്നിൽ അങ്ങനെയുള്ള കുടുംബത്തിലൊക്കെ വിഷയങ്ങൾ കൊണ്ട് ഭൂതാകട്ടോ. അതിനെ ശാസിച്ചോ, ഓടിച്ചോ. നിങ്ങൾ വീട്ടിൽ സാമ്പത്തികമായ കുറവാണ്. അരി ഇടുമ്പോ അരിക്കലത്തിന്റെ മേൽ ഒന്ന് കൈവച്ചൊന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ അടുത്ത ദിവസം പോയി ഞാൻ ഏലിയാവാ സറാഫത്തിൽ ചെന്നപ്പോ ചുമ്മാ നമ്മളെ സൂപ്പിക്കാൻ എഴുതാമെന്നാണ് വിചാരിക്കുന്നത്. ഒരു ക്ഷാമകാലം മുഴുവൻ 3.5 വർഷം ആ സരാഫത്തിലെ ഒറ്റ കലത്തിൽ നിന്ന് മാവെടുത്തു. അതിനേക്കാൾ വലുത് എന്റെ കർത്താവിന് ചെയ്യാം ഈ കാലഘട്ടത്തിൽ. അവർക്കുണ്ടായിരുന്ന അധികാരത്തെക്കാൾ കൂടുതൽ അധികാരമാണ് എനിക്ക് നിങ്ങൾക്കുള്ളത്. ഒറ്റ കലത്തിൽ നിന്ന് 3.5 വർഷം. അങ്ങനെയാണെങ്കിൽ നിന്റെ റിസോഴ്സ് ഒന്നും കുറയത്തില്ല. നിന്റെ ആയുഷ്കാലം മുഴുവൻ എന്നാ വേണ്ടോ, ഓൾ യുവർ നീഡ്സ് വിൽ ബി മെറ്റ്. നിങ്ങളുടെ എന്ത് ആവശ്യങ്ങൾ ചോദിക്കുന്നതിൽ നമ്മൾ ചിന്തിച്ച വാക്യമാണ്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവശക്തി. അകത്ത പവർ. ആ പവർ തിരിച്ചറിയും. ദൈവമക്കളുടെ അതോറിറ്റി തിരിച്ചറിഞ്ഞ് നടക്കുന്നില്ലെങ്കിൽ ചുമ്മാ വെറുതെ ഞാൻ അവിടെ പോയി പ്രാർത്ഥനയ്ക്ക് പോയി, പള്ളി പോയി, ഞാൻ കൈയടിച്ചു, ഞാൻ പാട്ട് പാടി, ഞാൻ കർത്തൃമേശ എടുത്തു, ഞാൻ സ്തോത്രാഴ്ച ഇട്ടു, ഞാൻ ദശാംശം കൊടുത്തു, ഒരു ഗുണവുമില്ല. അതോറിറ്റി തിരിച്ചറിയും. അതോറിറ്റി തിരിച്ചറിഞ്ഞ് തല ഉയർത്തിയ നിന്നെ പിടിച്ചു കെട്ടാൻ ഒന്നിനും ഈ ലോകത്തിൽ, ഒന്നിനും നിന്നെ താക്കാൻ ഒന്നിനും ഈ ലോകത്തിൽ. ആനയും കൊണ്ടൊരു തോട്ടിയായിട്ടൊരു കൊച്ചു പാപ്പാൻ നടക്കും. ആന എന്താ അനുസരണത്തോടെയാണ് നടക്കുന്നതല്ലേ. പക്ഷെ ഒരു ദിവസം ആനയുടെ മത അങ്ങോട്ട് ഇളകുമ്പോ നമ്മള് പറയും മത ഇളകാന്ന്. പക്ഷെ തോസറ്റ് പറഞ്ഞ ആനയ്ക്ക് വിവരം വെക്കുന്നത് തോട്ടിയെടുത്ത് കളയും, പാപ്പാനെയും കളയും. തോട്ടിയെടുത്ത് ആദ്യം പാപ്പാനെ കളയും, പിന്നെ തോട്ടി ഒരു തൊഴിയും കൊടുക്കും എന്ന് പറഞ്ഞതുപോലെ വിവരം വെക്കുമ്പോ, അധികാരം തിരിച്ചറിയുമ്പോ ഭവനത്തിലിരുന്ന് കൽപ്പിക്കണം. അധികാരം ഉണ്ടെന്ന് അറിഞ്ഞാൽ പോലെ ഉപയോഗിക്കാൻ തുടങ്ങണം. യൂസ് ഇറ്റ്. നിങ്ങൾ ഏത് കാര്യത്തിലും അധികാരം ഉപയോഗിച്ചു. അത് നമ്മുടെ വായിന്ന് ഒരു നെഗറ്റീവായിട്ടൊരു വേർഡ് വരുമ്പം
ജീവനും മരണവും നിങ്ങളുടെ നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. നെഗറ്റീവായിട്ടൊരു വാക്ക് ഉപയോഗിക്കുമ്പോൾ ആവശ്യമില്ലാത്ത വാക്കുകൾ പറയരുത്. ചിലരൊക്കെ പറയും, ഇവിടെ അല്ലായിരുന്നു ഞാൻ കെട്ടണ്ട, ഇവിടെ കെട്ടിയപ്പോൾ പോലെ എന്റെ ജീവിതത്തിൽ നടന്നു. എന്നും കുടുംബത്തിൽ വിഷയം. കാരണം നിങ്ങൾ അധികാരമുള്ള വ്യക്തിയാണ്. നിങ്ങൾ അത് പറയുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം. ഞായറാഴ്ച വന്നു വചനം കേൾക്കുന്നു, പറയുന്നു, ആമേൻ പറയുന്നു, അത് ഏറ്റെടുത്തുകൊണ്ട് പോകുന്നല്ല. വീട്ടിൽ ചെന്ന് കഴിയുമ്പോ നേരെ എല്ലാം തിരിച്ചു പറയും. എന്നാലും ഇങ്ങനെയാ എന്റെ ജീവിതം, ഇങ്ങനെ ആയിപ്പോയി. മറ്റുള്ളവരെല്ലാം അങ്ങനെ ജീവിക്കുന്നു, ഇങ്ങനെയാ എന്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ആയിപ്പോയി, അതിങ്ങനെ എനിക്ക് സാമ്പത്തികമായിട്ട് ഞെരുക്കം. കർത്താവ് നടത്തിയതൊക്കെ നടത്തി. ആ വചനത്തിലൊന്ന് വിശ്വസിച്ച് അധികാരം ഉപയോഗിച്ച് അത്ഭുതം നടക്കും. ഷീന കുറച്ചു നാൾ മുമ്പേ ഒരു നാരകം, എത്ര വർഷമായി കാണാൻ വെച്ചിട്ട്? 4 വർഷമായി. ഒരു ചെറുനാരകം വെച്ചു. ഞങ്ങള് ഈ വീട്ടിൽ വരുന്നതിന്, ഈ വീട് മേടിക്കുന്നതിന് മുമ്പ്, അപ്പം ചട്ടി ഷീന വളർത്ത വിശ്വാസം പറയും വീട്ടിൽ വെക്കാൻ. അപ്പം ഞങ്ങൾ 2 വർഷമായി ഇപ്പൊ ഇവിടെ വന്നിട്ട് അത് വെച്ചു. അത് വെച്ച് കഴിഞ്ഞ് അത് കായ്ക്കുന്നില്ല. അപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങൾ അതിലെ പോയപ്പോഴത്തേക്ക് ഞങ്ങൾ ഈ വർഷം കായ്ച്ചോണം, ഇല്ലെങ്കിൽ എന്നെ വെട്ടിക്കളയും. ഇപ്പൊ നോക്കിയപ്പോ അതിന് നിറച്ച് കാണുന്നു. ഞാൻ പറഞ്ഞ അധികാരം ഉണ്ടെന്നേ. നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ അത് ഉപയോഗിച്ച് പലപ്പോഴും ഉപയോഗിക്കുന്നില്ല. ഏത് കാര്യത്തിലാണെങ്കിലും അത് ഉപയോഗിച്ച് സ്വന്തം കഴിവിലും വിവേകത്തിലും ഊന്നരുത്. നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി അത് വെളിയിലോട്ട് ഒഴുകട്ടെ. സോ ലെറ്റ് us pray. നമുക്കൊന്നിച്ച് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. ഇന്ന് പ്രാർത്ഥിക്കുമ്പം ചിലതിനെയൊക്കെ ഒന്ന് കൽപ്പിച്ചോണം, ചിലതൊക്കെ ഒന്ന് ഓടിച്ചോണം, പിശാചിന്റെ പ്രവർത്തികളെ അഴിച്ചോണം. നിങ്ങൾ അഴിച്ചോ, അത്ഭുതം നടക്കുന്ന കാണും. ലെറ്റ്സ് പ്രേ. യേശുവേ സ്തോത്രം കർത്താവേ, സ്തുതിക്കുന്നു ഇന്നത്തെ ദിവസത്തിനായിട്ട് നന്ദി കർത്താവേ. അധികാരം തിരിച്ചറിയാൻ തക്കണം ഹൃദയങ്ങളെയും നിലവുകളെയും എന്റെ കർത്താവ് തുറക്കണമേ. ഹല്ലേലൂയ. ആ വാഗൊണ്ട ആ പ്രശ്നത്തിന് മുമ്പിൽ, പ്രതികൂലത്തിന് മുമ്പിൽ പറയുവാനുള്ള ശക്തിയും ബലവും ഓരോ മക്കൾക്കും കൊടുക്കണമേ. ദൈവിക സാന്നിധ്യത്താൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തിയാൽ ഓരോ മക്കളും നിറയട്ടെ. അവരുടെ ഭവനത്തിൽ നിന്നുകൊണ്ട് ഈ കർത്താവിന്റെ ഈ ഭവനം ഇവിടെ ഒരു ബാധയും അടുക്കത്തില്ലെന്ന് വിളിച്ചു പറയുക, ഭയപ്പെടാതിരിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കണമേ. കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു, തലമുറകളെ ഏൽപ്പിക്കുന്നു, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വന്ധ്യതയുടെ ദുരാത്മാവിനെ യേശുവിന്റെ നാമത്തെ ഞങ്ങൾ ശാസിക്കുന്നു. വയറിലോട്ട് കൈവച്ചു, വയറിലോട്ട് അങ്ങനെയുള്ളവർ കേൾക്കുന്നവർ വയറെ കൈവച്ചു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അധികാരമെടുത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇപ്പോൾ തന്നെ അടുത്ത വർഷം ഇതേ സമയം കർത്താവെ കുഞ്ഞുങ്ങളുമായി അവർ സാക്ഷ്യം പറയത്തക്ക വിധത്തിൽ കർത്താവ് അത്ഭുതം ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ പ്രതികൂല അവസ്ഥകളും മാറട്ടെ, എല്ലാം അവർക്ക് അനുകൂലമാകട്ടെ. ചില വിസാകളുടെ തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. വിസ സ്റ്റാമ്പ് ചെയ്യട്ടെ. അടുത്ത 3 മാസത്തിനകം യേശുവിന്റെ നാമത്തിൽ വിസ സ്റ്റാമ്പ് ചെയ്യട്ടെ. സാഹചര്യം എന്താണേലും ഹല്ലേലൂയ ഞങ്ങൾക്കത് അനുകൂലമായി തീരട്ടെ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടക്കത്തില്ലെന്ന് പറയത്തില്ല കർത്താവേ. ഇനി അങ്ങനെ പറയാതെ ഈ സാഹചര്യം ഞങ്ങൾക്ക് അനുകൂലമാണ്, ഈ സാഹചര്യത്തിൽ തന്നെ അത്ഭുതം നടക്കും, വിസ അടിക്കും എന്ന് ഞങ്ങൾ വാഗൊണ്ട് പറയുമ്പോൾ തന്നെ അവിടെ അത്ഭുതം നടക്കുന്നതിനായിട്ട് സ്തോത്രം. അനുഗ്രഹിക്കണം യേശുവിന്റെ നാമത്തിൽ. കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് ഞാൻ സ്വർഗത്തിലും അഴിക്കും. യേശുവിന്റെ നാമത്തിൽ ഇതിന് മക്കൾ കടന്നു പോകുന്ന എന്ത് വിഷയമാണെങ്കിലും അത് സാമ്പത്തികമായ വെല്ലുവിളിയാണോ, യേശുവിന്റെ നാമത്തിൽ സാമ്പത്തികമായ വെല്ലുവിളികൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. അവരുടെ ജീവിതത്തിൽ വലിയ സമൃദ്ധി ഉണ്ടാകട്ടെ, അവരുടെ ജീവിതത്തിൽ നന്മയുണ്ടാകട്ടെ, അവരുടെ ജീവിതത്തിൽ വലിയ ഉയർച്ച ഉണ്ടാകട്ടെ. ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിന്റെ റിസർവയർ ഇപ്പോൾ തന്നെ നിന്റെ മക്കൾക്ക് വേണ്ടി അവിടുന്ന് തുറക്കുന്നതിനായി സ്തോത്രം. ആകാശത്തിന്റെ ഭണ്ഡാരത്തെ ഞാൻ തുറന്ന് ഇടപോരാതെ വണ്ണം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ കർത്താവ്, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ ക്രിസ്തു യേശുവിന്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായും തീർത്തു തരുമെന്ന് പറഞ്ഞ കർത്താവ്, യേശുവിന്റെ നാമത്തിൽ വലിയൊരു സ്വർഗീയമായ റിലീസിന്റെ മക്കളുടെ മേൽ ഉണ്ടാകട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ തലമുറകളുടെ മേൽ പ്രത്യേകിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഓർപ്പിച്ച വീടിനെ നോക്കാത്ത, മാതാപിതാക്കളെ അന്വേഷിക്കാത്ത ചില മക്കളുണ്ട്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയങ്ങളെ കർത്താവ് തുറക്കണമേ. അവരുടെ കുട്ടിഭൂതങ്ങള് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. പിശാചിന്റെ സകല പ്രവൃത്തികളും അവരുടെ ജീവിതത്തിൽ നിന്ന് അഴിഞ്ഞു മാറട്ടെ. അത്ഭുതകരമായ വിടുതൽ ഉണ്ടാകട്ടെ. കർത്താവ് തൊടുന്നതിനായി സ്തോത്രം. എല്ലാവിധ ബന്ധനങ്ങളും എല്ലാ സാത്താന്യ പ്രവൃത്തികളും യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറാൻ കൽപ്പിക്കുന്നു. എല്ലാ രോഗബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ, രോഗവും രോഗത്തിന്റെ ആത്മാവും ഉണ്ട് കേട്ടോ.
യേശുവിന്റെ നാമത്തിൽ എല്ലാ രോഗത്തിന്റെ ആത്മാവിനെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. എല്ലാ വേദനകളും മാറട്ടെ, ക്യാൻസറുകൾ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ട്യൂമറുകളും അപ്രത്യക്ഷമാകട്ടെ, ഓപ്പറേഷനുകൾ മാറിപ്പോകട്ടെ. പൂർണ്ണ സൗഖ്യം തല മുതൽ കാൽ വരെ ഇപ്പോൾ തന്നെ വ്യാപരിക്കുന്നതിനായി സ്തോത്രം. ബന്ധനങ്ങളെല്ലാം അഴിയട്ടെ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിന്റെ എല്ലാ നിറവും ഉണ്ടാകട്ടെ. അത്ഭുതമാക്കി തീർക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം കൂടെ ഓർപ്പിക്കുകയാണ്. When you limit your authority, നിങ്ങളുടെ അധികാരം നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുമ്പം യു ആർ ലിമിറ്റിംഗ് ഗോഡ്. ദൈവത്തെ ലിമിറ്റ് ചെയ്യുക. കാരണം ദൈവത്തിന് പിന്നെ ചെയ്യാൻ പറ്റത്തില്ല. ഞാനത് നിങ്ങൾ അനുവദിച്ചാലേ കർത്താവിനെ അനുവദിക്കാൻ പറ്റത്തുള്ളൂ. ഡോണ്ട് ലിമിറ്റ് യുവർ അതോറിറ്റി. വെൻ യു ലിമിറ്റ് യുവർ അതോറിറ്റി യു ലിമിറ്റ് ഗോഡ്. ഡോണ്ട് ലിമിറ്റ് ഗോഡ്. നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളമായി നന്മകൾ തരാൻ എന്റെ കർത്താവിന് സാധിക്കും. അതുകൊണ്ട് ഒന്നിനെയും ലിമിറ്റ് ചെയ്ത് ധൈര്യത്തോടെ കുട്ടിബോധത്തെ ഓടിച്ചോടെ വീട് ഗെറ്റ് ഔട്ട് പറഞ്ഞു, ഗെറ്റ് ഔട്ട് പോടാ എന്ന് പറയണ്ട. അവനോട് പറയണം, കുട്ടിബോധത്തോട് പറയണം. നിങ്ങളുടെ എതിരെ ഉള്ള എല്ലാ വാഴ്ചകളോടും പറയണം. എഫെസ്യ ലേഖനത്തിൽ ഓർപ്പിക്കുന്നത് പ്രൈസ് ലോ, നോക്ക്, ആ പിശാച് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും. പിശാചിന്റെ ദുഷ്ടാത്മ അവനോട് പറയേണ്ട ഭാഷയെ പറഞ്ഞാൽ അവൻ പോയിരിക്കും. കർത്താവ് ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.